ഹായ്, വെൽക്കം ടു ഐ വിഷ്. ഇപ്പോൾ ഞാൻ ഇന്ന് ഉണ്ടാക്കാൻ പോവുകയാണ്. ഇന്ന് കുക്കിങ്ങിൻ്റെ ഒരു വീഡിയോ ആണ്. അപ്പോൾ അതിൽ നമുക്കൊരു മീൻ കറി ഉണ്ടാക്കാം. അപ്പോൾ അമ്മ വന്നിട്ടുണ്ട്. അമ്മയാണ് ശാന്ത എന്ന പേര്. അപ്പോൾ അമ്മയും കൂട്ടിയിട്ടാണ് നമുക്ക് കറി ഉണ്ടാക്കാൻ പോകുന്നത്. അമ്മയുടെ സ്പെഷ്യലാന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് കുക്കിങ്ങിലേക്ക് കിടക്കാം. അപ്പോൾ നമ്മൾ നെയ്മീൻ മേടിച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു 1/2 കിലോ നെയ്മീൻ, പിന്നെ കുറച്ച് വറക്കാൻ വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ഉള്ളി ഉണ്ട്, ചുവന്നുള്ളി, ചെറുള്ളി കേട്ടോ, ചെറുള്ളി, പിന്നെ കുറച്ച് തക്കാളി, വേപ്പില, ഇഞ്ചി, പച്ചമുളക്, പിന്നെ കൊടമ്പുളി, പിന്നെ ഇതെന്താ തേങ്ങാപ്പാൽ, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, കാശ്മീരി ചില്ലി, പിന്നെ സാദാ ചില്ലി. അപ്പോൾ ഇത്രയൊക്കെയാണുള്ളത്. പിന്നെ കുറച്ച് ഓയിൽ വെച്ചിട്ടുണ്ട്, 2 കുപ്പി വെള്ളം വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ കറി ഉണ്ടാക്കാൻ പോവാണ്. എങ്ങനെയാണ് ഉണ്ടാക്കേണ്ടത് വെച്ചാൽ, ആദ്യം എന്നെ കാണുന്നുണ്ടോ? ഇതിൽ കാണുന്നുണ്ടോ? ഓക്കെ. അപ്പോൾ നമ്മളിതിൽ 2 കുപ്പി വെള്ളം ഒഴിക്കുകയാണ്. ഇത് 1/2 ലിറ്റർ അല്ല, 1/2 ലിറ്ററിൻ്റെ വെള്ളം അല്ല, 330 ml. അപ്പോൾ 2 കുപ്പി വെള്ളം ഒഴിക്കുന്നുണ്ട് കേട്ടോ. 2 കുപ്പി വെള്ളം ഒഴിച്ച് കുറച്ച് വെള്ളം ഒഴിച്ചിട്ടുണ്ടെങ്കിൽ വെള്ളം ചൂടാകാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ നമ്മൾ മഞ്ഞൾപ്പൊടി, മുളകും പൊടി എല്ലാം കൂടിയിട്ട് തട്ടാൻ പോവാണ് കേട്ടോ. ഫസ്റ്റ് ഈ ചില്ലി മസാലകൾ എല്ലാം നമ്മൾ ഇതിലേക്ക് തട്ടുക കേട്ടോ. ഒന്ന് ജസ്റ്റ് ഒന്ന് അളക്കുക അല്ലേ. ഇപ്പോൾ എനിക്ക് മല്ലിപ്പൊടി, മസാലപ്പൊടിയും എല്ലാം കൂടിയിട്ട് ചേർത്തിട്ടുള്ള മിശ്രിതാക്കിയിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ ഇവിടെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള തക്കാളി, ഉള്ളി, പച്ചമുളക്, വേപ്പില, ഇഞ്ചി, ഇത് ഇൻഗ്രീഡിയൻസ് നമ്മൾ ഇതിലേക്ക് തട്ടുകയാണ്. അതിനുശേഷം എന്തുണ്ട്, ഇനി ഇത് തിളയ്ക്കാൻ വെക്കാം. തിളച്ചതിന് ശേഷം മീൻ അല്ലേ. ഇതിൽ ഉപ്പുണ്ടേ? ഉപ്പ് ലാസ്റ്റ് ഇടുക. ഉപ്പ് ഇവിടെ നമുക്ക് ഉപ്പ് അവിടെ നിന്ന് കിട്ടിയപ്പോൾ ഉപ്പ് നമ്മൾ ഇതിലേക്ക് ഇടാൻ പോവാണ്. ഒരു ഉപ്പ് ആവശ്യത്തിന് ഉപ്പിടുക. നമ്മൾ ഉപ്പിട്ടു. അപ്പോൾ നമ്മൾ ചട്ടിയിലിട്ടിട്ടുള്ള മീൻ ഇട്ടിട്ടില്ല. അപ്പോൾ മസാലകളും കൂട്ടുകളും കറികളും എല്ലാം ഇട്ടിട്ടുണ്ട്. അപ്പോൾ എല്ലാം കൂടിയിട്ട് അതിൻ്റെ അപ്പോൾ അത് എനിക്ക് മീൻ തട്ടുകയാണ് കേട്ടോ. അമ്മയാണ് മീൻ ഇടുന്നത്. അപ്പോൾ അത് നെയ്മീനാണ്. ഐക്കൂറ എന്ന് പറയും, കിങ് ഫിഷ് എന്ന് പറയും. സ്പെഷ്യൽ അല്ലേ. അപ്പോൾ കറി ഉണ്ടാക്കുകയാണ്, സിമ്പിൾ കേട്ടോ. ഇത് ഇവിടെയുള്ള എല്ലാവർക്കും നമ്മൾ ഡെഡിക്കേറ്റ് ചെയ്യുകയാണ്. അപ്പോൾ ബാച്ചിലേഴ്സിനൊക്കെ സുഖമായിട്ട് ഉണ്ടാക്കാവുന്നുള്ളൂ. നമ്മൾ നാട്ടിൽ പോയിട്ട് ഉണ്ടാക്കാന്നൊക്കെ ടേസ്റ്റുള്ള കറി കഴിക്കാന്നൊക്കെ കഴിക്കില്ല. അതേപോലെ തന്നെയാണ് ഇവിടെ വന്നിട്ട് നമുക്ക് നല്ല ടേസ്റ്റുള്ള കറി ഉണ്ടാക്കി കഴിക്കുക. അതാണ് നല്ലത്. അപ്പോൾ മീനൊക്കെ ഇട്ടിട്ടുണ്ട്. മീനിട്ട് ഇനി സൂപ്പറായിട്ട് തിളക്കട്ടെ. തിളച്ചതിന് ശേഷം നമ്മൾ ഈ തേങ്ങാപ്പാൽ അതിലേക്ക് നമ്മൾ ഒഴിക്കും. അതിനുശേഷം നമ്മൾ ചട്ടിയിൽ എന്താ പറയുക, ഇച്ചിരി എണ്ണ ഒഴിച്ചിട്ട് ചുവന്നുള്ളി വറുത്തെടുക്കും അല്ലേ. എന്നിട്ട് അതിൽ കൂടി തട്ടി കഴിഞ്ഞാൽ ഇതൊരു 5 മിനിറ്റ് മൂടി വയ്ക്കുക കേട്ടോ. നന്നായിട്ട് തിളച്ചോട്ടെ വെച്ചിട്ടാ മണം അങ്ങോട്ട് വരും. അപ്പോൾ യമ്മി നല്ലൊരു മണം വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ കുറച്ചുകൂടെ തിളയ്ക്കാണ്ട് കേട്ടോ. ഒരു 5-10 മിനിറ്റ് അത്രേ ഉള്ളൂ, സിമ്പിളായിട്ട്. സംഭവം വെന്തിട്ടുണ്ട് തോന്നുന്നു കുറച്ച്. അപ്പോൾ നമ്മൾ അതിലേക്ക്
ഈ തിളച്ച് മറിയുന്ന മീനിൻ്റെ കൂട്ടിലേക്ക് നമ്മൾ ഒരു ഇൻഗ്രീഡിയൻ്റ് കൂടി കൂട്ടാൻ പോവുകയാണ് അല്ലേ. ഇതാണ് നമ്മൾ ഒഴിക്കാൻ പോവുകയാണ് കേട്ടോ. സാറേ അപ്പോൾ തേങ്ങാപ്പാൽ നമ്മൾ ഒഴിച്ചിട്ടുണ്ട്. ഇത് 1-ാം പാലും 2-ാം പാലും 3-ാം പാലും ഒന്നുമില്ല, എല്ലാ പാലും ഒന്നെങ്കിലും തന്നെ ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇതിട്ടൊന്ന് ഇളക്കുക, മെല്ലെ ഇളക്കുക, അല്ലെങ്കിൽ കഷ്ണങ്ങളൊക്കെ ബ്ലും എന്നാവും അല്ലേ. മീൻകറി സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ എൻ്റെ ഒരു കൂട്ടുകാരുണ്ടാകുന്നുണ്ട്, രാജേഷ്. അപ്പോൾ ആള് ഇതേപോലെ എല്ലാ ദിവസവും മീൻ വേണം അവർക്ക്. സിമ്പിളായിട്ട് ഉണ്ടാക്കും കേട്ടോ, നല്ല ടേസ്റ്റിലുണ്ടാക്കും കറിയൊക്കെ. അപ്പോൾ ഇതാണ് മീൻകറി റെഡി ആയിട്ട് വരികയാണ് കേട്ടോ. നമ്മൾ താളിക്കാൻ പറയും, തൃശ്ശൂരുകാർ താളിക്കാന്ന് പറയില്ല പറയാ അമ്മ. എന്താ പറയുക, ചുവന്നുള്ളി വേപ്പിലയും ഇട്ടിട്ട് താളിക്കും നമ്മൾ ഈ കറി ഒന്ന് വെന്ത് വന്നു കഴിഞ്ഞാൽ. ഇപ്പോൾ ഈ തേങ്ങയുടെ പാൽ ഒഴിച്ചതിന് ശേഷം കുറച്ച് നമ്മൾ തിളയ്ക്കണം കേട്ടോ, നന്നായിട്ട് തിളയ്ക്കണം. എന്നാലാണ് പിറ്റത്തെ ദിവസത്തേക്ക് കേടാണ്ടിരിക്കുള്ളൂ. അത് കുറേ ദിവസത്തേക്ക് ഇരിക്കുകയും ചെയ്യും, 2-3 ദിവസത്തേക്ക് ഇരിക്കുകയും ചെയ്യും. ഇങ്ങനെ കറി വയ്ക്കുകയാണെങ്കിൽ പെട്ടെന്ന് എടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ മണം വ്യത്യാസം ഉണ്ടാകും, പിന്നെ പിറ്റത്തെ ദിവസത്തേക്ക്. ഇതാകുമ്പോൾ 2 ദിവസത്തേക്ക് ഇരിക്കുകയും ചെയ്യും. അപ്പോൾ നമ്മൾ അതിൽ കുറച്ച് ചുവന്നുള്ളി നമ്മൾ താളിക്കാൻ പോവാണ്. മറ്റേ എണ്ണയിൽ താളിച്ചിട്ട് ശേഷം, എണ്ണയിൽ എന്താ പറയുക വറുത്തതിന് ശേഷം നമ്മളതിലേക്ക് താളിക്കും. ഈ വറുത്തെടുക്കുന്ന എണ്ണയുടെയും ഈ ഉള്ളിയുടെയും മണം ഉണ്ടല്ലോ, അത് ഇതിലേക്ക് കയറും. അത് കയറുമ്പോഴാണ് ഈ മീൻ കറിക്ക് ഒരു ടേസ്റ്റ് വരുന്നത്. അപ്പോൾ നമ്മളൊരു ബ്രൗൺ കളർ വരുന്ന വരെ നമ്മൾ ഇതിലിട്ട് വറുക്കുന്നതാണ്, എണ്ണയിലിട്ട് വറുക്കുന്നതാണ് കേട്ടോ. അപ്പോൾ എണ്ണ ഒന്ന് ചൂടായിട്ടുണ്ട്. അപ്പോൾ എനിക്ക് വേവട്ടെ, വെന്തതിന് ശേഷം നമുക്ക് കുറച്ച് വേപ്പിൻ്റെ ഇല കൂടി ഇടാം. ഇപ്പോൾ ആയിക്കൊണ്ടിരിക്കുകയാണ്, ഒരു മണം അങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. അതിൽ വെളിച്ചെണ്ണ തന്നെ ഒഴിക്കണം. വെളിച്ചെണ്ണയാണ് അതിൻ്റെ സ്പെഷ്യൽ മണത്തിന് കാരണം. അപ്പോൾ അത് വെന്തതിന് ശേഷം നമ്മൾ കുറച്ച് വേപ്പിലും കൂടി ഇടാം. തനി നാടൻ മുളക് തേങ്ങ അരച്ച കറിയില്ല. ശേഷം നമ്മൾ കുറച്ച് വേപ്പില, ഇച്ചിരി ഒരു പിഞ്ച് വേപ്പില ഇതിലേക്ക് ഇടുകയാണ്. അതുകൊണ്ട് ഇട്ട് കഴിഞ്ഞാൽ എന്താ അല്ല പൊട്ടുന്ന സൗണ്ട് കിട്ടുന്നു സാറേ. ഒന്ന് വൃത്തിയായിട്ട് ഒന്നായതിനു ശേഷം നമ്മൾ ഇതിലേക്ക് തട്ടുന്നതാണ് കേട്ടോ. എന്നിട്ട് നമുക്ക് ടേസ്റ്റ് നോക്കാം. ഈ ഉള്ളി കരിയാൻ പാടില്ല കേട്ടോ, മിക്കവാറും കരിയണ ലക്ഷണം ആയിക്കുന്നു. നമ്മളിത് ഓഫ് ചെയ്യാണ്, ഓഫ് ചെയ്തില്ല. അപ്പോൾ ഇതിൽ ജസ്റ്റ് എന്താ പറയുക, മഞ്ഞപ്പൊടി മുളക് പൊടി പിന്നെന്തിട്ടില്ല അതിൽ കുറച്ച് കുരുമുളക് പൊടി, ഉപ്പ്, വേപ്പിൻ്റെ ഇല. അപ്പം അത്ര ഇട്ടിട്ടുള്ളൂ കേട്ടോ. സിമ്പിൾ സംഭവം കേട്ടോ. നമ്മൾ വറുത്തെടുക്കാൻ പോവാണ്. നന്നായിട്ട് ചൂടായിട്ട് ചട്ടിയിലേക്ക് നമ്മൾ വറക്കാനുള്ള മീൻ ഇട്ട് കൊടുക്കാം. ഒരു ചെറിയ സൗണ്ട്
നെയ്മീൻ വറക്കുകയാണ്. നെയ്മീൻ വറത്ത് ഈ 2 റോഡി ബാക്കിയുണ്ട്. അത് അടുത്ത പ്രാവശ്യം നെക്സ്റ്റ് വറവിലിടാം. ഇവിടെ മീൻകറി റെഡി ചെയ്യുന്നുണ്ട്. മീൻകറി നമുക്ക് അടച്ചു. നെക്സ്റ്റ് മറിച്ചിട്ടു അടുത്ത കൂടി മറച്ചിട്ട് പറയാം. പ്ലാന്റ് നമുക്ക് വീട്ടിൽ വെച്ച് നല്ല അടുക്കളയൊക്കെ വെച്ച് കഴിഞ്ഞാൽ ഒരു പച്ചപ്പായിട്ട് നല്ല ഭംഗിയായിട്ടിരിക്കും ചെയ്യും. പെട്ടെന്ന് കേടുവരില്ല. കുറച്ച് വെള്ളം ഒഴിച്ചെടുത്താൽ ഇച്ചിരി തേങ്ങാപ്പം ഉണ്ടാക്കി ഇച്ചിരി വെള്ളം എന്ന് പറഞ്ഞാൽ കുറച്ച് വെള്ളം ഒഴിച്ചെടുത്ത് കഴിഞ്ഞാൽ അത് നന്നായിട്ടുണ്ടാവും. കുറച്ച് സൂര്യപ്രകാശം കൊടുത്താൽ പെട്ടെന്ന് വലുതാവും. മീൻകറി റെഡി ആയിട്ടുണ്ട്. മീൻകറിയും പിന്നെ മീൻ വറുത്തത് അത് നമ്മൾ സെർവ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അപ്പോൾ കഴിക്കാൻ പോകണം, ടേസ്റ്റ് നോക്കണം. ഞാൻ ഉണ്ടാക്കിയ കറി ഞാൻ തന്നെ ടേസ്റ്റ് നോക്കണം. പക്ഷെ നമ്മുടെ കൂട്ടുകളാണ് ഇതിൽ കൂടുതൽ ഉള്ളത്. ഞാൻ വേറെ രീതിയിലാണ് കറി വെച്ചിട്ട്. ഇത് നമ്മുടെ സ്പെഷ്യലാണ്. നമ്മൾ കറി കുറച്ച് ഒഴിക്കുകയാണ്. കറി ഒഴിച്ചു, പിന്നെ ഒരു മീൻ കഷ്ണം. അപ്പോൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് നോക്കാം. കുറച്ച് ചോറ് ഇങ്ങനെ എടുക്കുക. അപ്പോൾ ടേസ്റ്റ് ഉണ്ടാവും. ഇടലും ടേസ്റ്റുണ്ട്, നല്ല ടേസ്റ്റുണ്ട്. മീൻ കറിക്കും നല്ല ടേസ്റ്റ്, നല്ല വേവാണ്, കറക്റ്റ് വേവാണ്. അപ്പോൾ ഈ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പിന്നെ കമൻറ്റ് ചെയ്യുക. ഇത് പിന്നെ എല്ലാ പ്രവാസികൾക്കും ഡെഡിക്കേറ്റ് ചെയ്യണം. അപ്പോൾ നിങ്ങളും വീട്ടിലുണ്ടാക്കി നോക്കുക. ബൈ, സീ യു.